ദൈവപിതാ സ്നേഹതാദാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഈശോയെ നോക്കി നമുക്ക് ആരാധിക്കാം. ദൈവപുത്ര യേശുനാഥ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ആരാധന സകലതും ആരാധന നമ്മുടെ ജീവിതത്തെ യേശുവേ ആരാധന. നമുക്ക് നൽകിയ ജീവനെ സമർപ്പിച്ച് ആരാധിക്കാം. ആരാധന കുടുംബത്തെ സമർപ്പിച്ച് ആരാധിക്കാം. യേശുവേ ആരാധന. നമുക്കുള്ള സകലതും സമർപ്പിച്ചുകൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന. നമ്മുടെ വേദനകള് രോഗങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ ആരാധന. പുതിയൊരു ജീവിതം, പുതിയൊരു ദിനം, പുതിയ സ്നേഹം ദൈവം ഈ പ്രഭാതത്തിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മളെ ആകർഷിച്ച് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ നിമിഷം സ്വർഗം അനാദിയിലെ നമുക്കായി തീരുമാനിച്ച, നമുക്കായി ഒരുക്കിയ ദിനമാണ്. നമ്മുടെ പദ്ധതിയുടെ ഭാഗമല്ല, നമ്മളെടുത്ത പദ്ധതിയല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ, ദൈവീകമായ പ്രകാശം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ ഈ ദിനത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ആര് നിന്നെ കരുതുന്നില്ല എന്ന നൊമ്പരമാകാം, ഒരുപക്ഷെ കൂടെ ആരുമില്ല എന്നുള്ള വിഷമമാകാം. ഇതാ ദിവ്യകാരുണ്യ ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇമ്മാനുവലായി മാറിയ ഈശോ, നമ്മളോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോ, ഇതാ എന്നെയും നിങ്ങളെയും നോക്കി പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയാലും, കുറ്റപ്പെടുത്താത്ത, തള്ളിപ്പറയാത്ത ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ആ ഈശോ എന്നെയും നിങ്ങളെയും നോക്കി പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്. ഞാൻ നിന്നെ കുരിശോളം സ്നേഹിച്ചു. ഈ ദിവ്യകാരുണ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ്സും ഹൃദയവും മുട്ടുകളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ
നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആരാധിച്ചുകൊണ്ട് ഈ ദിനത്തെ കൃപയുടെ ദിനമാക്കി നമുക്ക് മാറ്റാം, സൗഖ്യത്തിൻ്റെ ദിനമാക്കി മാറ്റാം, അഭിഷേകമുള്ള ദിനമാക്കി മാറ്റാം, അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. ദിവ്യകാരുണ്യത്തിലേക്ക് ഹൃദയവും മനസ്സും ചിന്തകളും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നോക്കി നമുക്കും സങ്കീർത്തനത്തിൻ്റെ 18-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം നമുക്കും ഈശോയെ നോക്കി ആവർത്തിക്കാം. കർത്താവേ, എൻ്റെ രക്ഷയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ നോക്കി നമുക്ക് പാടാം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതെ, നമ്മുടെ ശക്തി പുറപ്പെടുന്ന ഇടമാണ് ദിവ്യകാരുണ്യ സന്നിധി. നമുക്ക് ശക്തി ലഭിക്കുന്ന ഇടമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. അതെ, നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈശോയെ നോക്കി പറയാം, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി പരാജയങ്ങളും ഒത്തിരി നൊമ്പരങ്ങളും വേദനകളുമായി ഞാൻ ജീവിക്കുമ്പോഴും ഞാൻ ഈശോയെ നോക്കി പറയും, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓരോ ശ്വാസത്തിലും അവസാനം എൻ്റെ ഹൃദയമിടിപ്പ് അവസാനിക്കുന്നത് വരെ ഞാൻ ഈശോയെ നോക്കി ആവർത്തിച്ചു കൊണ്ടിരിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. തോമാസ് ലീഹ ഉദ്ധിതനായ ഈശോയെ അവിടുത്തെ ആണിപ്പാടുള്ള ആ കരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സൗഖ്യപ്പെടുത്തുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ സ്നേഹമുള്ള ഈശോയെ നോക്കി ഞാനും പറയും, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ ഭയങ്ങളും കൊഴിഞ്ഞു പോകട്ടെ. ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ ആകുലതകളും നിരാശകളും നീങ്ങിപ്പോകട്ടെ. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നും മിഴികൾ മാറ്റിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജോബിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം എൻ്റെ പക്ഷത്താണെന്നുള്ള ചിന്തയോടെ, വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ഈ ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് നമുക്കും പാടാം. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നമുക്ക് പാടാം. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആവർത്തിച്ചുകൊണ്ട് നമുക്ക് പാടാം. എൻ ശക്തിയിൻ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ ശക്തിയിൻ ഉറവിടമേ,
സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തിൽ നോക്കി ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവില്, വേദനകളുടെ നടുവില്, നൊമ്പരപ്പെടുത്തുന്ന പച്ചയായ ജീവിത അനുഭവങ്ങളിൽ നീ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ പ്രാർത്ഥന ഉരുവിടുമ്പോൾ ദൈവീക ശക്തി നിന്നിൽ നിറയും. കാരണം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു യാഥാർത്ഥ്യം അതാണ്. 18-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യമാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പിന്നെ നമ്മൾ തുടർന്ന് ആ സങ്കീർത്തന വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ 16-ാം വാക്യമെത്തുമ്പോൾ ദൈവം ആ സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സംഭവം ആ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. അതെ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ, വേദനകളിൽ നീ ദിവ്യകാരുണ്യത്തിലേക്ക് മിഴികൾ ഉയർത്തി, എൻ്റെ കർത്താവും എൻ്റെ ശക്തിയുടെ ഉറവിടവുമായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം കരം നീട്ടി നിന്നെ പൊക്കിയെടുക്കും. ദൈവം ഇരുകരങ്ങളും ചേർത്ത് നിന്നെ മാറോട് ചേർത്ത് പിടിക്കും. ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല. നമുക്ക് ഈശോയിലേക്ക് ഹൃദയവും മനസ്സും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ദൈവീകമായ സ്വരം ശ്രവിക്കാം. ഈശോ നമ്മളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് ശാന്തമായി നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവായ ഈശോ പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെ, നമുക്ക് ശ്രവണശക്തി തന്ന ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമ്മുടെ കാതുകൾ നമുക്കൊന്ന് തുറക്കാം, ഹൃദയവും മനസ്സും ഒന്ന് തുറക്കാം. മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ഈ വചനം ഈ ദിനത്തിൽ നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ഹൃദയത്തോടെ ഏറ്റെടുക്കാം, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. പലരും ചോദിക്കാറുണ്ട്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? 1000 ചോദ്യങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷവും മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രിയമുള്ളവരെ മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 8-ാം തിരുവചനം, മനുഷ്യ, നല്ലതെന്താണെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത് നീതിയുള്ള ജീവിതം, കരുണയുള്ള ഒരു ജീവിതം, എളിമയുള്ള ഒരു ജീവിതം. ഈ പ്രഭാതത്തിൽ, ഈ പുതിയ ദിനത്തിൽ നീ നിന്നോട് തന്നെ ചോദിക്കുക, എൻ്റെ ജീവിതം എപ്രകാരമുള്ളതാണ്? നീതിയുള്ള ജീവിതമാണോ? ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? ഓരോ മനുഷ്യനും അവകാശപ്പെട്ട നീതി അവന് കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അനീതി നിറഞ്ഞ പ്രവൃത്തിയാണോ ഞാൻ ചെയ്യുന്നത്? കുറച്ച് പണത്തിന് വേണ്ടി, കുറച്ച് സ്വാധീനത്തിന് വേണ്ടി, ചിലരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ചിലരുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അനീതി നിറഞ്ഞ ഒരു ജീവിതം നീ നയിക്കുന്നുണ്ടോ? അനീതി നിറഞ്ഞ വാക്കുകൾ, അനീതി നിറഞ്ഞ പ്രവൃത്തികൾ, അനീതി നിറഞ്ഞ മനോഭാവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദിനത്തിൽ അത് എടുത്തു മാറ്റുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ദിവ്യകാരുണ്യത്തിൽ ഈശോ പറയുകയാണ്, മകനെ, മകളെ, നീതിയുള്ള ജീവിതം നയിക്കുക. രക്ഷിക്കുന്ന നീതി, ശിക്ഷിക്കുന്ന നീതിയല്ല. ദൈവിക നീതി രക്ഷിക്കുന്ന നീതിയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നീതി രക്ഷിക്കുന്ന നീതിയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് പറയുന്നത് നീതിമാനായ യൗസേപ്പിതാവ് എന്നല്ലേ? അതിന് കാരണം എന്താണ്? അദ്ദേഹം രക്ഷിക്കുന്ന നീതിയുടെ വക്താവായിരുന്നു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്നറിയപ്പെടുമ്പോഴും യൗസേപ്പിതാവ് മറിയത്തിനെ സ്വീകരിക്കുവാൻ തയ്യാറായതും, മറിയത്തിൻ്റെ പേര് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശമായി മാറാതിരിക്കുവാൻ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചതും ഈ നീതിബോധമാണ്. കല്ലെറിയുവാനായിട്ട് തള്ളിക്കളയാമായിരുന്നു.
ഉപേക്ഷിക്കാമായിരുന്നു. ഒത്തിരിയേറെ ന്യായങ്ങൾ പറഞ്ഞ് മറിയത്തെ അപമാനിക്കാമായിരുന്നു. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് നീതിമാനായതുകൊണ്ട് മറിയത്തെ ദൈവിക ചിന്തയോടെ, ദൈവിക പദ്ധതിയോടെ അത് സ്വീകരിക്കുവാൻ തയ്യാറായി. നിന്റെ ജീവിതത്തിലും ഇതുപോലെ അനേകരെ തള്ളിപ്പറയുവാൻ, അനേകരെ വിധിക്കുവാൻ, അനേകരെ തകർത്തെറിയുവാനായിട്ട് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നീ എപ്രകാരമുള്ള നീതിയാണ് നീ ഏറ്റെടുക്കുന്നത്? സമൂഹം മുഴുവനും ഒരു വ്യക്തിയെ കുറ്റവാളിയെന്ന് പരിഹസിപ്പിച്ചുകൊണ്ട് ജയിലുകളിൽ കൊണ്ടടയ്ക്കുമ്പോൾ ആ ദൈവം, അത് കാണുന്ന ദൈവം, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ദൈവം, ആ വ്യക്തിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ആ വ്യക്തിയെ നോക്കി അപ്പോഴും പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നോക്കി രക്ഷിക്കുന്ന നീതിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരെ രക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കും. അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ ഉപയോഗിക്കും. വീണ്ടും പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 19:17 പറയുകയാണ്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നീതിയുള്ള ജീവിതമാണെങ്കിൽ നമ്മൾ ദരിദ്രരോടും പീഡിതരോടും കുറ്റവാളികളോടും സ്നേഹവും കരുതലും നൽകും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ന്യായവാദം നടത്തും. നീതിയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തി, അനീതി നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തി സ്വന്തം പേരിനു വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം അധികാരത്തിന് വേണ്ടി അനീതിയുടെ പ്രവൃത്തികൾ ചെയ്യും. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, നീതി പ്രവർത്തിക്കുക, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ദൈവം പറയുകയാണ്, കരുണ കാണിക്കുക. കരുണ കാണിക്കുക. നീ എന്തൊക്കെ ചെയ്താലും കരുണയില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നിനക്ക് അംഗീകാരം കിട്ടില്ല. ദൈവം അംഗീകരിക്കുന്നത് കരുണയുള്ള പ്രവൃത്തികളാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ അത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യം ചോദിച്ച ആ മനുഷ്യനോട് ഈശോ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവരിൽ ആരാണ് ഇവൻ്റെ അയൽക്കാരൻ? അതേ, മുറിവേറ്റ് കിടന്നവനെ എടുത്ത് സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുവാൻ തയ്യാറായ സമരിയാക്കാരനാണ് നല്ല അയൽക്കാരനെന്ന് ഈ ചോദ്യം ചോദിച്ച വ്യക്തി പറയുമ്പോൾ അവൻ പറയുകയാണ്, അവനോട് കരുണ കാണിച്ചവൻ. ഈ സമരിയാക്കാരൻ മുറിവേറ്റ് കിടന്ന മനുഷ്യനോട് കരുണ കാണിച്ചു. ഈശോ പറയുകയാണ്, നീയും അതുപോലെ ചെയ്യുക. അതേ പ്രിയമുള്ളവരെ, കരുണയുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കുമാകണം. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ തന്നെ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഫൗസ്റ്റീന ഒരു ദിവസം ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ സംസാരിച്ചു. 742-ാം ഖണ്ഡികയിൽ ഇപ്രകാരം ഫൗസ്റ്റീന അത് കുറിച്ചു വച്ചിട്ടുണ്ട്. നിന്റെ സഹോദരങ്ങളോട് കരുണയോടെ വർദ്ധിക്കുവാൻ 3 വഴികൾ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ വഴി പ്രവൃത്തിയിലൂടെ, രണ്ടാമത്തേത് വാക്കുകളിലൂടെ, മൂന്നാമത്തേത് പ്രാർത്ഥനയിലൂടെ. അതെ, ഈ 3 പദവികളും ഉൾക്കൊള്ളുമ്പോഴാണ് കരുണ പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ അത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം എൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാകും. പ്രിയമുള്ളവരെ, കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ കരുണ എപ്രകാരം പ്രാവർത്തികമാക്കണമെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നീ പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കണം, നിൻ്റെ വാക്കുകളിലൂടെ കരുണ കാണിക്കണം, നിൻ്റെ പ്രാർത്ഥനയിലൂടെ കരുണ കാണിക്കണം. ചിലർ പറയും, അച്ഛാ ഞാനെല്ലാം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പ്രവൃത്തിയിലൂടെ കാണും. പ്രവർത്തിക്കും, കരുണ പ്രവർത്തിക്കും, പക്ഷേ വാക്കുകൊണ്ട് ശപിക്കുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ ഹൃദയത്തെ കുത്തിമുറിക്കുന്ന വാക്കുകൾ. എന്നിട്ട് പറയും, ഞാൻ അവൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവനെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ അത് കരുണ പൂർത്തിയായിട്ടില്ല. ആ കരുണ പൂർത്തിയാകണമെങ്കിൽ നീ പ്രവർത്തിക്കുന്നതോടൊപ്പം കരുണയുടെ വാക്കുകളായിരിക്കണം വരേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? മക്കൾക്കെല്ലാം ചെയ്തു കൊടുത്തിട്ട് മക്കളോട് കരുണയോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കരുണയോടെയാണോ സംസാരിക്കുന്നത്?
പ്രിയപ്പെട്ട ജീവിത പങ്കാളികളെ, നിങ്ങൾ പരസ്പരം കരുണയോടെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ കരുണയോടെ സംസാരിക്കുന്നവരാണോ? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? മറ്റുള്ളവർക്ക് കരുണ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവരാകാം. അതെ, വീണ്ടും അവസാനം ഈശോ നമ്മളോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ വിനീതനായി ചരിക്കുക, എളിമയോടെ ചരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 3:18 പറയുകയാ, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ എളിമ നമുക്ക് അനുകരിക്കാം, വിശുദ്ധരുടെ എളിമ നമുക്ക് അനുകരിക്കാം. നമുക്ക് മുൻപേ വിശുദ്ധിയുടെ ജീവിതം നയിച്ച, ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ചവരുടെ എളിമയുടെ ജീവിതം നമുക്കും അനുകരിക്കാം. എളിമയില്ലാത്ത ജീവിതം പിശാചിൻ്റെ ജീവിതമാണ്, സാത്താൻ്റെ ജീവിതമാണ് അഹങ്കാരം. ലൂസിഫർ നമ്മൾ കാണുന്നുണ്ട്, അവൻ അഹങ്കാരിയായി മാറിയപ്പോൾ അവൻ പിശാചായി തീർന്നു. മാലാഖയായിരുന്ന ലൂസിഫർ അവൻ അഹങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ, എളിമ നഷ്ടപ്പെട്ടപ്പോൾ അവൻ പിശാചായി മാറി. നമുക്ക് ഈ ദിനത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം കരുണയുള്ള ജീവിതമായിട്ട് മാറും, നീതിയുള്ള ഒരു ജീവിതമായിട്ട് രൂപപ്പെടുത്തും, എളിമയുള്ള ഒരു ജീവിതമായി രൂപാന്തരപ്പെടുത്തും. അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനീതി നിറഞ്ഞ വാക്കും പ്രവൃത്തിയും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് മാപ്പ് ചോദിക്കുക. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട നീതി കൊടുക്കേണ്ട സമയത്ത് സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് നീതി കിട്ടേണ്ട ഇടങ്ങളിൽ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈശോയോട് മാപ്പ് ചോദിച്ച് അതിന് പരിഹാരം ചെയ്ത് നീതിയുള്ള ജീവിതം നയിക്കുമെന്ന് തീരുമാനമെടുക്കുക. കരുണയോടെ പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ, കരുണയോടെ സംസാരിക്കാത്ത സമയങ്ങളിൽ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളിൽ വന്നുപോയ തകർച്ചകൾ നീക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കുക. വിനീതമായി എളിമപ്പെട്ട് നിന്നിരുന്നെങ്കിൽ എത്രയോ നന്മകൾ നഷ്ടപ്പെടാതെ ഇരിക്കുമായിരുന്നു, എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. എളിമയില്ലാത്തത് മൂലം, അഹങ്കാരം മൂലം നഷ്ടപ്പെട്ട കൃപകൾ തിരിച്ചു തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. എല്ലാം സമർപ്പിക്കട്ടെ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. ഈശോയെ നോക്കി പാടാം. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. അവിടുന്ന് വീണ്ടും നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് നിന്നിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്? നീതിയില്ലാത്ത ജീവിതമാണെങ്കിൽ, കരുണയില്ലാത്ത ജീവിതമാണെങ്കിൽ, എളിമയില്ലാത്ത ജീവിതമാണെങ്കിൽ ഈ നിമിഷം അതെല്ലാം ഈശോയുടെ മുമ്പിൽ ഇറക്കി വച്ച് നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൃപയുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ ഈ നിമിഷം അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക നാരകീയ അന്ധകാര ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിർവീര്യമാക്കുവാനായിട്ട്, വിശുദ്ധീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നീ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നൊമ്പരങ്ങളും വേദനകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഞങ്ങളെ കരുണയുള്ളവരാക്കണമേ, നീതിബോധമുള്ളവരാക്കി മാറ്റണമേ, എളിമയുള്ളവരാക്കി മാറ്റണമേ.
കർത്താവായ ഈശോയെ, അനീതി പ്രവർത്തിച്ച് നിത്യനാശത്തിൽ വീഴാതിരിക്കുവാൻ, അനീതി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടം കൂടി ചേർന്ന് അവരോടൊപ്പം അനീതി പ്രവർത്തിച്ച് നാശത്തിൽ വീഴാതിരിക്കുവാൻ, അനീതി സംസാരിക്കുന്നവരുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ അശുദ്ധമാക്കാതിരിക്കുവാൻ യേശുവേ, നിന്റെ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. കർത്താവെ, കരുണയില്ലാത്ത ജീവിതം നയിക്കുന്നവരുടെ കൂടെ ചേർന്ന് കരുണയില്ലാത്ത വാക്കും പ്രവൃത്തിയും ചെയ്ത് നിത്യനാശത്തിൽ വീഴാതിരിക്കുവാൻ കരുണയുള്ള ജീവിതമാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോയെ, എളിമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ അഹങ്കാരത്തെ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ അഹങ്കാരത്തിന് കാരണമാകുന്ന എല്ലാ തിന്മകളെയും നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെയും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജാതനായ യേശുവിന്റെ നാമത്തിലും സകല നാരകീയ ശക്തികളോടും അന്ധകാര ശക്തികളോടും പൈശാചിക ശക്തികളോടും ഞങ്ങൾ ശബ്ദം ചെയ്ത് ആജ്ഞാപിക്കുന്നു. യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോവുക, നിത്യ പാതാളത്തിലേക്ക് പോവുക. നീ ഇനി ഒരിക്കലും ഞങ്ങളിലേക്ക് തിരിച്ചു വരരുത്. ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നീ പുറത്തു പോവുക. യേശുവിന്റെ തിരുരക്തം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും വസ്തുവകളെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. യേശുവിന്റെ രക്ഷയുടെ പൂർണ്ണത ഞങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.